ഭരണഘടന സംബന്ധിച്ച് ലോക്സഭയിൽ രാജ്യസഭയിലും പ്രത്യേക ചർച്ച നടത്താൻ തീരുമാനം. 13-14 തീയതികളിൽ ലോക്സഭയിലും 16-17 തീയതികളിൽ രാജ്യസഭയിലും നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കും. സ്പീക്കർ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ലോക്സഭയിലെ ചർച്ചകൾക്ക് ശേഷം ആദ്യ ബിൽ നാളെ പാസ്സാകുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. चलो ये एक अच्छी बात है कि चर्चा कल से शुरू होने का सबने मान लिया है, मंजूरी दिया है. कल पहला बिल हम लोग चर्चा करके पारित करेंगे लोकसभा में भी और राज्यसभा में भी. दूसरे जो लिस्टेड बिजनेस है हम उसको पारित करेंगे. मैं फिर से अपील करना चाहता हूँ, जितना भी अपोजिशन पार्टी के सांसद है, जितना भी अपोजिशन पार्टी के लीडर्स है, सबसे अनुरोध है कि जो आज एग्रीमेंट हुए हैं और पार्लियामेंट चलने के लिए तैयार हुए हैं, हम सब मिलकर के पार्लियामेंट को अच्छा से चलाएं. देश सुनना चाहता है, देखना चाहता है कि हमारा सांसद कैसे काम करते हैं. इसलिए कल से सुचारू रूप से पार्लियामेंट चलेगा, ऐसा एग्री हुआ है और ऐसा ही चलेगा, मुझे पूरा उम्मीद है. और सबसे अपील है कि हम जो रिमेनिंग हमारा शीतकालीन सत्र का जो समय हमारे पास है, हम अच्छी तरह से उपयोग करें. ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പാർലമെന്റ് ഇരുസഭകളിലുമാണ് ചർച്ച. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, 13-14 തീയതികൾ ലോക്സഭയിലും അതേപോലെ തന്നെ 16-17 തീയതികളിൽ രാജ്യസഭയിലുമാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം പരിഗണിച്ചാണ് ഇരു സഭകളിലും ചർച്ച നടത്താൻ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത്. ഇക്കഴിഞ്ഞ 25-ന് പാർലമെന്റ് ഇരു സഭകളും ആരംഭിച്ചതിൽ പിന്നെ തുടർച്ചയായി സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയായിരുന്നു. അദാനി ഗ്രൂപ്പ് അമേരിക്കയിൽ നേരിടുന്ന നിയമ നടപടികൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിലായിരുന്നു ഈ പ്രതിപക്ഷ ബഹളം. ഇന്നും സമാനമായ രീതിയിൽ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ സുപ്രധാനമായ പല ബില്ലുകളും ചർച്ചയ്ക്കെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സ്പീക്കറുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. ആ യോഗത്തിൽ പ്രതിപക്ഷം സഭയുമായി സഹകരിക്കുമെന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചതായിട്ടാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ നാളെ മുതൽ സഭാ നടപടികൾ വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകും. മാത്രമല്ല, ചർച്ചകൾക്ക് ശേഷം ആദ്യ ബിൽ നാളെ സഭയിൽ പാസാക്കുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ കിരൺ റിജിജു വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.